friends, welcome back to my channel. ഇന്ന് നമുക്ക് വെജിറ്റബിൾ സ്പ്രിംഗ് റോൾസ് എങ്ങനെ ഉണ്ടാക്കണമെന്ന് കാണാം. അപ്പോൾ നമുക്ക് വേഗം വീഡിയോയിലേക്ക് കടന്നാലോ. അപ്പോൾ നമ്മളൊരു പാൻ ഗ്യാസിന് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ ഇട്ടിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 1 സ്പൂണ് ഗാർലിക് ചോപ്പ് ചെയ്ത് ഇട്ട് കൊടുക്കാം. നമ്മുടെ ഗാർലിക് ഫസ്റ്റ് നന്നായിട്ടൊന്ന് മൂത്ത് വരണം. അതിന് ശേഷം നമുക്ക് 1 സ്പൂണ് ജിഞ്ചർ ചെറുതായി ചോപ്പ് ചെയ്തത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് രണ്ടും കൂടി നന്നായി മൂത്തതിന് ശേഷം നമുക്ക് 1 കപ്പ് ക്യാബേജും ക്യാരറ്റും ചെറുതായി പൊടിയായിട്ട് ചോപ്പ് ചെയ്തത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഹാഫ് ക്യാപ്സിക്കം ചെറുതായി ചോപ്പ് ചെയ്തതും കൂടി ഇട്ട് കൊടുക്കാം. ഇത് നന്നായി ഒന്ന് വാടി വരട്ടെ. 1 മിനിറ്റ് ലോ ഫ്ലെയിമിലൊന്ന് വാട്ടിയാൽ മതി. പിന്നെ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. പിന്നെ നമുക്ക് ഹാഫ് കപ്പ് സ്പ്രിംഗ് ഓണിയൻ വേണം. ഇതും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വയ്ക്കുക. പിന്നെ 1 സ്പൂണ് ചില്ലി സോസ്, റെഡ് ചില്ലി സോസാണ് യൂസ് ചെയ്തേക്കുന്നത്. പിന്നെ 2 ടീസ്പൂണ് സോയാ സോസും കൂടി ഇട്ട് കൊടുക്കുക. ഇതെല്ലാം കൂടി നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് 1 സ്പൂണ് ബ്ലാക്ക് പെപ്പർ പൗഡറും കൂടി ഇട്ട് കൊടുക്കാം. നമ്മുടെ ക്യാബേജും ക്യാരറ്റൊക്കെ പെട്ടെന്ന് വാടി വരും, പൊടിയായിട്ട് കട്ട് ചെയ്ത കാരണം. ഇത് നമുക്കിനി ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് മാറ്റി വയ്ക്കാം. നമ്മളൊരു ബൗളിൽ 1 ടേബിൾ സ്പൂണ് മൈദ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് നമുക്കൊരു തിക്ക് പേസ്റ്റ് ആക്കിയിട്ട് എടുക്കണം. നമ്മുടെ ഇഡ്ലി മാവിടെ തിക്നെസ്സിൽ വേണം നമുക്കിത് എടുക്കാനായിട്ട്. ഇത് നമുക്ക് നിന്നും മാറ്റി വയ്ക്കാം. നമ്മുടെ സ്പ്രിംഗ് റോൾ റെഡിയാക്കാൻ തുടങ്ങാം. നമ്മൾ സ്ക്വയർ ഷേപ്പിൻ്റെ സ്പ്രിംഗ് റോൾ ഷീറ്റ്സാണ് എടുത്തേക്കുന്നത്. ഇത് മൈദ വെച്ചിട്ട് ഉണ്ടാക്കുന്ന ഷീറ്റ്സാണ്, റെഡിമെയ്ഡ് വാങ്ങിക്കാനും കിട്ടും. അതിലേക്ക് നമുക്ക് നമ്മുടെ ഫില്ലിങ് ഇട്ട് കൊടുക്കാം. 2 സ്പൂണ് ഫില്ലിങ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇങ്ങനെ ഒരു സൈഡിൽ നിന്ന് നമുക്ക് റോൾ ചെയ്തെടുക്കാം. അതിനുശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ച മൈദയുടെ പേസ്റ്റ് ഇതിൻ്റെ കോർണേഴ്സിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നന്നായിട്ടത് ഒട്ടി നിൽക്കും, അതിന് വേണ്ടിയിട്ടാണ്. ഇതാണ്ട് നമ്മുടെ ഒരു എൻവലപ്പ് പോലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. എന്നിട്ട് ഒന്നും കൂടി ഒന്ന് റോൾ ചെയ്തെടുക്കാം. നല്ല എളുപ്പത്തിൽ തന്നെ ഇത് റെഡിയാവും. മൈദ ഉള്ള കാരണം ഒട്ടി നിൽക്കും ചെയ്യും. ഇങ്ങനെ നമുക്ക് എല്ലാം റെഡിയാക്കി എടുക്കാം. നമുക്ക് ഇങ്ങനെ റെഡിയാക്കിയത് നമുക്ക് വേണമെങ്കിൽ മുമ്പ് തന്നെ റെഡിയാക്കിയിട്ട് നമുക്കിത് ഫ്രീസറിൽ ഫ്രീസ് ചെയ്ത് വയ്ക്കാം. അപ്പോൾ നമുക്ക് ആവശ്യമുള്ളപ്പോൾ നമുക്കിത് ഫ്രൈ ചെയ്തെടുത്താൽ മതി. അതിന് വേണ്ടി നമുക്ക് ബട്ടർ പേപ്പർ വെച്ചിട്ട് വേണം ഇത് വെക്കാനായിട്ട്. വെക്കുമ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് കുറച്ച് ഗ്യാപ്പ് വെക്കാനും മറക്കരുത്, അല്ലെങ്കിൽ ഇത് ചിലപ്പോൾ ഒട്ടിപ്പിടിക്കും. ഇത് നമുക്ക് ഇനി ക്ലോസ് ചെയ്തിട്ട് ഫ്രീസറിൽ എടുത്ത് വയ്ക്കാം. ആവശ്യമുള്ളപ്പോൾ മാത്രം ഫ്രൈ ചെയ്തെടുത്താൽ മതി. അപ്പോൾ നമ്മൾ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഓയിൽ പാനിൽ വെച്ചിട്ടുണ്ട്. ഗ്യാസ് ഫുള്ള് വെച്ചിട്ട് ചൂടായതിന് ശേഷം നമ്മുടെ റോൾസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇട്ടതിന് ശേഷം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. ഇത് ഇടയ്ക്കിടയ്ക്കൊന്ന് തിരിച്ച് കൊടുക്കാം. ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്ന വരെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മുടെ സ്പ്രിംഗ് റോൾസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് മാറ്റാം. നമുക്ക് കാണാം നമ്മുടെ നല്ല ക്രിസ്പി ആയിട്ടുള്ള സ്പ്രിംഗ് റോൾസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ എന്തായാലും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ബൈ.